ഹലോ ഗൈസ്, അപ്പം നമ്മൾ പെട്ടിയും കിടക്കൊക്കെ പാക്കാക്കി കൊടുക്കുക പോകണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകണം. നിങ്ങൾക്ക് ഈ പെട്ടിയും കിടക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും പാടെയാണ് പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഫാമിലി ട്രിപ്പൊക്കെ ആണെന്ന്. അങ്ങനെ ഒരു സംഭവം നമ്മളെ ലൈഫിലേ ഉണ്ടാവില്ല. പിന്നെ ഇതെങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ ഈ പെട്ടിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞ് പെട്ടിൻ്റെ സിബണ്ട് അടിച്ചപ്പോഴാണ് ഇവ നമ്പർ ലോക്ക് ഉള്ളതിൻ്റെ ഇപ്പം കണ്ട്. ഈ നമ്പർ ലോക്ക് കണ്ടതും അപ്പം തന്നെ നമ്പർ ലോക്ക് ഇട്ടേക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ കണ്ട നമ്പറൊക്കെ തിരിച്ചു നോക്കിയാണ്ട് ഒരു ലോക്ക് ഇട്ട്. അവസാനമാണ് മനസ്സിലായത് ആ ലോക്ക് എത്രയാണെന്ന് ഇപ്പച്ചിക്ക് അറിയില്ലാന്ന്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു 8 മണിക്ക് തിരയൽ തുടങ്ങിയാണ് ആ നമ്പർ എത്രയാകാരാന്ന്. കഷ്ടപ്പെട്ട് അങ്ങനെ 11:30 ആയപ്പോൾ ഞങ്ങൾക്ക് ആ നമ്പർ കിട്ടി. പിന്നെ ഒടുക്ക പോകണം ഞാൻ പറഞ്ഞുതരാം. ലുലുവിനൊരു അറബി കോളേജ് കൊണ്ടുപോയാക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ ആരും നിർബന്ധിച്ച് കൊണ്ടുപോയാക്കൊന്നുമില്ല. ഒക്കെ ഓളെ സ്വന്തം താല്പര്യത്തിന് പോവാണ്. ഒക്കെ പിന്നെ ചെറുപ്പം മുതലുള്ള ഒരു താല്പര്യമായതുകൊണ്ട് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ഇനി കുറച്ച് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവളോട് പറഞ്ഞത് ഞങ്ങളെങ്ങനെ കല്യാണം ഉണ്ടാകുമ്പോൾ പോകും, ഞങ്ങളിങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ പോകും, അതിനൊന്നും എന്നെ അവിടെ നിന്ന് വിടൂല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണ് അവൾ പറഞ്ഞത്. നമുക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞമ്മക്കല്ലല്ലോ പ്രശ്നം വേണ്ടിയത്. അങ്ങനെ പറഞ്ഞ അവസാനം ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആയപ്പോൾ പെട്ടി പാക്കിങ്ങിന് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്ന് കാലത്ത് ഇത് തീർത്ത് കടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ പാക്കിങ്ങിൻ്റെ തിരക്കിൽ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ മറന്നും ചെയ്ത്. പിന്നെ ഇപ്പച്ചി അപ്പം തന്നെ പോയിട്ടൊരു ചാവി വെച്ച് പൂട്ടണ ഒരു സംഭവം കൊണ്ടുവന്ന്. കാരണം ഈ നമ്പറിലൊക്കെ കോളിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ ഉടനെ മറന്നു പോരും നമ്പർ. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇപ്പച്ചി പോയി വാങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ ചാവി പോക്കാനും ഓക്ക് നല്ല ഉഷാറേക്കാരം. അതുകൊണ്ട് തന്നെ ഓളെ കാര്യത്തിലിങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ചാവിയും പോകുന്നുള്ളതുകൊണ്ട് തന്നെ 2 ചാവിയുണ്ട്. ഒരു ചാവി പെരയിലും വെച്ച് ഒരു ചാവി അവൾ കൊണ്ടുപോവുകയും ചെയ്ത്. അഥവാ പെട്ടിയിൽ നിന്നും ചാവി പോയാൽ തീർന്നല്ലോ, പിന്നെ ഒക്കൊരു സാധനം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അവിടെയുള്ള ബക്കറ്റും പാട്ടയും കൂടി ആ പെട്ടിയിൽ കൊള്ളിച്ചെന്ന് എൻ്റെ ഉപ്പാക്ക് ഒരാഗ്രഹം ഉണ്ടായി. പക്ഷെ ആ പെട്ടി അത്ര കണ്ട് ലെങ്ത്തും വിടുത്തും ഇല്ലാത്തതുകൊണ്ട് അതതിൽ കൊള്ളിച്ചില്ല. അല്ലെങ്കിൽ ആ ബക്കറ്റും പാട്ടും കൂടി അതിൽ കൊള്ളിച്ച് ഈസി ആയിട്ട് എൻ്റെ ഒപ്പം കൊണ്ടുപോയി. പിന്നെ എൻ്റെ ഉപ്പ ആയതുകൊണ്ട് പറയല്ല, അമ്മായിച്ചാതി കുത്തി നിറക്കാനുള്ള കഴിവൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ഇതൊരു സാധനം നമുക്ക് പൊന്തിച്ചാനുള്ള കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ആ സാധനം നമുക്ക് പൊന്തൂല, അത്രേ ഉള്ളൂ. കാരണം ഒരു പെരേക്കുള്ള A to Z കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. കിച്ചൺ ഐറ്റംസ് മാത്രമേ ഇല്ലാത്തുള്ളൂ. കിച്ചൺ ഐറ്റംസ് മീൻസ് കുക്കർ, ചെമ്പട്ടി, അങ്ങനത്തെ സാധനം മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും അതിലുണ്ട്. പിന്നെ ഓൾ അവിടെ പോയിട്ട് എന്ന് കാലം പഠിച്ചും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ 5 കൊല്ലത്തെ പഠനമുണ്ട് ബിരുദം കിട്ടാൻ. പക്ഷെ ഇവളെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്വഭാവം ഭയങ്കര മോശമായതുകൊണ്ട് സ്വഭാവം നന്നാവാൻ കൊണ്ടാക്കിയതാണ്. അപ്പോൾ ഇവക്കും പോകണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് പറഞ്ഞേക്കുക. ഐ മീൻ ആഗ്രഹം കൂടുതലായതുകൊണ്ട് ഓൾ പെരേ വന്നിട്ട് പറഞ്ഞു അവിടെ പോയില്ലെങ്കിൽ ഞാൻ വേറെ എവിടേക്കും പോകില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ കൊണ്ടുപോയാക്കല്ല, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ കൊണ്ടാക്കിയതാണ്. അതുകൊണ്ട് 5 കൊല്ലം അവിടെ പഠിച്ചൊന്നും എനിക്ക് വലിയ അഭിപ്രായത്തിൽ വലിയ യോജിപ്പൊന്നുമില്ല. 3 കൊല്ലം ഐ മീൻ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ അവിടേക്ക് പോവും. പിന്നെ +1 ഇവിടെ കൂടി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ പോവും. മിക്കവാറും ഞാൻ അവിടേക്ക് ആയിരിക്കാൻ പോകാം. എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ചാൽ അവിടെ പോകണം, അവിടേക്ക് തന്നെ പോകണോ എന്നൊക്കെ നമുക്ക് ആലോചിച്ചാൽ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ 3 ബസ് ഞാൻ കയറണം. അതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടാണ്, എനിക്കിപ്പം തന്നെ മനസ്സിലാക്കണത്. പിന്നെ പഠിച്ചണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം എന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനോട് എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. എത്ര ബസ് കയറിയാലും വേണ്ടിയില്ല, എനിക്കൊന്ന് പോയി പഠിച്ചിട്ടിയാൽ മതി. പെരേന്നൊന്ന് നിരകിച്ചിട്ട് എനിക്ക് പിരാന്താവൽ തുടങ്ങിയാണ്. പിന്നെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കുള്ളൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആർക്കും സ്കൂളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ എന്നോട് വല്ലാതൊന്നും പറയലില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ പെരയിലൊന്നും നിൽക്കേണ്ടി വരില്ല. എന്നെ അങ്ങോട്ട് കയറ്റി ആ വിമാനമൊക്കെ പോണത് ആകാശത്ത് കൂടെ അതിലോട്ടൊക്കെ എന്നിട്ട് കയറ്റി വിടലേക്കാരം. ഐ മീൻ എന്നെ എയറിലാക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത്ര നേരമായിട്ടും ഇവിടുന്ന് പോയില്ലേന്ന് ചോദിച്ചാൽ ഇതൊരു 8 മണിക്ക് ആവണുള്ളൂ സമയം. 8 മണിയായപ്പോഴത്തേന് നമ്മളെല്ലാവരും കുളി വരെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല, നമ്മൾ ഫാമിലി ടൂർ പോയപ്പം ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിന്. പിന്നെ അവിടെ എത്തിയൊരു അടാറ് മീറ്റിംഗ് ഉണ്ടായിന്. മീറ്റിംഗൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഉണ്ണിയപ്പവും പാൽ മീൻസ് പാൽച്ചായയും കുറച്ച് ബ്രെഡും കിട്ടീന്. ഞാനൊക്കെ തിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അന്തസ്സായിട്ട് നല്ല കടന്നങ്ങോട്ട് ഉറങ്ങി. കസാലയിൽ ഇരുന്നുറങ്ങി. മുമ്പിലൊരു ബെഞ്ച് ഉണ്ടായതുകൊണ്ട് അതിന്മേൽ തലയും വെച്ച് നല്ലോണം ഉറങ്ങി. രാത്രി 12:30ക്ക് ശേഷം നമ്മൾ പെട്ടി പാക്കാക്കണേ. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അപ്പോഴൊക്കെയാണ് ഉറങ്ങണത്. പിന്നെ നമുക്ക് റൂം കാണാനുള്ള സൗകര്യം ഉണ്ടായിനി. 5 കൊല്ലം വലിക്ക് ഇവിടെ നിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശാല വിസ്തൃതിയിലൊക്കെ കിട്ടണം എന്നുള്ളതുകൊണ്ടും പിന്നെ
ചൂടുകാലം ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മഴക്കാലം ഉണ്ടാവും. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഫാൻ ഉള്ളിടത്തേക്ക് ഫാനിൻ്റെ നേരെ ചോട്ടിൽ തന്നെ ഒരു കട്ടിലിട്ടിട്ട് അതിന്മേൽ കിടക്കാന്നുള്ള പ്ലാനിങ്ങിലായി. വേറെയുള്ള കുട്ടികൾക്കൊന്നും ഫാനിൻ്റെ ആവശ്യമില്ല. പൊട്ടന്മാരായതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മഴക്കാലം മാത്രമല്ലല്ലോ, ഇനിയൊരു വേനൽക്കാലം കൂടി വരാനില്ലേ. ആ സമയത്തെങ്ങാനും വലിയ ഫാനിൻ്റെ അടിയിലേക്ക് കട്ടിലും കൊണ്ടുവന്നാൽ ഞാൻ പോയി കച്ചറ ഉണ്ടാക്കും അവിടെ. കാരണം എൻ്റെ തലയിൽ വെച്ച ബുദ്ധിയാണ് കട്ടിൽ ഫാനിലോടത്തേക്ക് ഇടുക എന്നുള്ളത്. അപ്പം ഞാനവിടെ പോയി കച്ചറ ഉണ്ടാക്കും. പിന്നെ കഴിഞ്ഞാൽ നമ്മൾ സലാം കൊടുത്ത് പിരിയാണ്. 2 പ്രാവശ്യം ഞാൻ അവളോട് സലാം പറഞ്ഞപ്പോഴത്തേനോട് പറയാം, ഇതൊന്ന് പോയാടുന്നു, ഇത് കുറേ നേരമായില്ല സലാം പറയണം, എനിക്കൊന്ന് പോയിക്കൂടെ. ഇങ്ങനെയുള്ള അനിയത്തികൾ നിങ്ങൾ എവിടെയും കണ്ടോണോ? സ്നേഹം കൊണ്ടൊന്നല്ല പറഞ്ഞേ, അഥവാ എൻ്റെ പെട്ടിയിൽ പാക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സത്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ വെച്ചിട്ട് 2 വട്ടം കൂടി സലാം പറഞ്ഞേ. പിന്നെ അതിനേരം ഉമ്മച്ചി പറഞ്ഞപ്പോൾ ഉമ്മച്ചിക്കും കിട്ടി നല്ലോണം, നിങ്ങളൊന്ന് പോയാണ്, നിങ്ങൾ കുറേ നേരമായില്ല സലാം പറയണേന്ന്. അപ്പം പിന്നെ എനിക്കൊരു സമാധാനമായി, എനിക്ക് ഒറ്റക്കല്ല ചീത്തട്ടി ഉമ്മച്ചിക്കും കിട്ടി എന്നുള്ളൊരു സമാധാനമുണ്ട്. പിന്നെ ഓക്കെ, നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ടാവും. ആ സങ്കടം മാറ്റാൻ ഞങ്ങൾ കുറച്ച് പീടികയിലൊക്കെ കയറി നല്ലോണം സാമ്പാറും വെറും ചോറൊക്കെ തിന്ന്. സംഭവത്തിൽ ഓക്ക് സങ്കടമാവണേനല്ല നമ്മൾ തിന്നത്. 2 മണി 3 മണിയാണ് നമ്മളോട്ട് പോരുമ്പം. അതുകൊണ്ട് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തിന്നതാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പെട്ടി പാക്ക് ചെയ്ത് പോയതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഒരിക്കലും ഞങ്ങൾ ആരും കൊണ്ടുപോയിട്ടതല്ല, ഓളെ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരിക്കും. അപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന വീഡിയോ കയ്യാണെങ്കിൽ ഞാൻ എടുക്കാം. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.